ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യൈ നമ. ഓം നമ ചണ്ഡികായൈ. ഹരി ഓം. ശ്രീമദ്ദേവി മാഹാത്മ്യം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദേവി മാഹാത്മ്യത്തിലെ 9-ാമത്തെ അധ്യായത്തിൽ 16 ശ്ലോകങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 17-ാമത്തെ ശ്ലോകം മുതലാണ് പഠിക്കേണ്ടത്. ഓരോ ശ്ലോകം വായിച്ച് അർത്ഥം പറഞ്ഞ് പഠിക്കാം. ആദ്യത്തെ ശ്ലോകം. തമായാന്തം സമാലോക്യ ദേവീ ശംഖം അവാദയത് ജ്യാശബ്ദം ചാപി ധനുഷഃ ചകാരാതീവ ദുസ്സഹം. അതിലെ വാക്കുകൾ നോക്കാം. തം ആയാന്തം സം ആലോക്യ. തമായാന്തം സമാലോക്യ ദേവി ശംഖം അവാദയത്. ശംഖമവാദയത്. ജ്യാ ശബ്ദം ച അപി ധനുഷഃ ചകാര അതീവ ദുസ്സഹം. ചകാരാതീവ ദുസ്സഹം. തം ആയാന്തം. തം അവനെ. ആയാന്തം വരുന്നത്. സം ആലോക്യ നന്നായി കണ്ടിട്ട്. ലോകനം ചെയ്യുക, കാണുക. ആലോക്യ കണ്ടിട്ട്. ദേവി ശംഖം അവാദയത് ശംഖിനെ വിളിച്ചു എന്ന് പറഞ്ഞാലോ ശംഖ് ശബ്ദം, ശംഖ് മുഴക്കി. ജ്യാ ശബ്ദം ച അപി ധനുഷഃ. കൂടാതെ ധനുഷിൻ്റെ ജ്യാ ശബ്ദം. ജ്യാ എന്ന് പറഞ്ഞാൽ ഞാണ്. ആ വില്ലയിൽ കെട്ടിയിരിക്കുന്ന ഒരു ചെറിയ വള്ളി പോലെ ഉള്ള നൂലിനെയാണ് ജ്യാ എന്ന് പറയുന്നത്. ഞാണൊലി എന്ന് പറയും. ആ ജ്യാശബ്ദം എന്ന് പറഞ്ഞാൽ ഞാണൊലി. ചെറിയൊരു ഞാണൊലിയെ വിട്ടു. ചകാര അതീവ ദുസ്സഹ. ചകാര എന്ന് പറഞ്ഞാൽ ചെയ്തു. ഞാണൊലി ശബ്ദത്തെ ചെയ്തു. അത് അതീവ ദുസ്സഹമായിരുന്നു. ദുസ്സഹം എന്ന് പറഞ്ഞാലോ സഹിക്കാൻ പറ്റാത്തതായിരുന്നു എന്നർത്ഥം. തമായാന്തം സമാലോക്യ ദേവീ ശംഖമവാദയത് ജ്യാശബ്ദം ചാപി ധനുഷഃ ചകാരാതീവ ദുസ്സഹം. ശുംഭൻ വരുന്നത് കണ്ടിട്ട് ദേവി ശംഖു വിളിച്ചു. കയ്യിലുണ്ടായിരുന്ന വില്ലിൽ നിന്നും ചെറുഞാണൊലിയിട്ടു. പക്ഷേ ഇത് ശത്രുക്കൾക്ക് സഹിക്കാൻ പാടില്ലാത്തതായിരുന്നു. 2-ാമത്തെ ശ്ലോകം. പൂരയാമാസ കകുഭോ നിജഗണ്ഡാസ്വനേന ച സമസ്തദൈത്യസൈന്യാനാം തേജോവധവിധായിന. പൂരയാമാസ കകുഭഃ നിജഗണ്ഡാസ്വനേന ച സമസ്തദൈത്യസൈന്യാനാം തേജോവധവിധായിന. പൂരയാമാസ മാറ്റൊലിക്കൊണ്ടു അല്ലെങ്കിൽ നിറച്ചു. കകുഭഃ. കകുഭം എന്ന് പറഞ്ഞാൽ ദിക്കുകളുടെ പര്യായമാണ് കകുഭഃ. ദിക്കുകൾ നിജഖണ്ഡാസ്വനേന ച. ആ ദേവിയുടെ കയ്യിലുള്ള ഖണ്ഡയുടെ സ്വനം കൊണ്ട്. ഖണ്ഡ ഒരു മണിയുണ്ട് ദേവിയുടെ കയ്യിൽ. ആ മണി ചന്ദ്രഘണ്ഠ ദേവിയുടെ കയ്യിലായിരുന്നു തോന്നുന്നു മണി. ആ ദേവി കയ്യിലുണ്ടായിരുന്ന മണിയുടെ സ്വനം, ശബ്ദം. ഖണ്ഡാസ്വനേന എന്ന് പറഞ്ഞാലോ ആ മണിയുടെ നാദത്താൽ സമസ്ത ദൈത്യ സൈന്യാനാം എല്ലാ ദൈത്യ സൈന്യങ്ങളും എന്ന് പറഞ്ഞാൽ അസുര സൈന്യം മുഴുവൻ തേജോവധവിധായിന ആ സൈന്യങ്ങളുടെ മുഴുവൻ വീര്യത്തെ ചോർത്തുന്നതായിരുന്നു. അപ്പം ദേവി ഖണ്ഡയുടെ മണി കിലുക്കിയപ്പോൾ നമ്മൾ പൂജകൾ ചെയ്യുമ്പം എന്തിനാണ് മണി കിലുക്കുന്നത്? ആ മണി എന്തിനാണ് അടിക്കുന്നത്? ദുരാത്മാക്കളും ചീത്ത ഇതൊക്കെ മാറിപ്പോരാൻ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂജയുടെ സമയം പൂജ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചപ്പം പറയുന്നുണ്ടായിരുന്നു. മണി കിലുക്കുന്നത്
ദുഷ്ടശക്തികളൊക്കെ മാറിപ്പോകാനാണ്. അപ്പോൾ ഈ ദേവിയുടെ കയ്യിലുണ്ടായിരുന്ന മണിയുടെ ശബ്ദം കൊണ്ട് മുഴുവൻ അസുരന്മാരും അവരുടെ വീര്യത്തെ എല്ലാം ഇല്ലാതെയാക്കി. ആ അസുരന്മാരുടെയൊക്കെ വീര്യത്തെ ചോർത്തിക്കളഞ്ഞു, തേജസ്സിനെ ഇല്ലാതെയാക്കി എന്ന് അർത്ഥം. പൂരയാമാസ കകുപോ നിജഖണ്ഡാസ്വനേന ച സമസ്ത ദൈത്യ സൈന്യാനാം തേജോവധ വിധായിന. ദേവി തൻ്റെ മണിനാദത്താൽ അഷ്ടദിക്കുകളെയും നിറച്ചു. ഈ മണിനാദം എല്ലാ അസുര സൈന്യങ്ങളുടെയും തേജസ്സിനെ വധം ചെയ്യുന്നതായിരുന്നു, അല്ലെങ്കിൽ തേജോവധത്തെ ചെയ്യുന്നതായിരുന്നു. അവരുടെ വീര്യത്തെയൊക്കെ ഇല്ലാതെയാക്കി എന്നർത്ഥം. അടുത്ത ശ്ലോകം. തതസിംഹോ മഹാനാദൈഹി ത്യാജിദേഭ മഹാമദൈഹി പൂരയാമാസ ഗഗനം ഗാം തഥോപദിശോ ദശ. തതഃ അനന്തരം സിംഹം മഹാനാദമുണ്ടാക്കി, വലിയ നാദമുണ്ടാക്കി. ത്യാജിത ഇഭ മഹാമദൈഹി, ത്യാജിത ത്യജിക്കുക, ഇഭം ആന, മഹാമദൈഹി ഈ ആനയൊക്കെ ആനയുടെയൊക്കെ മസ്തകം പിളർന്ന് ആ മസ്തകത്തിലുള്ള മജ്ജയൊക്കെ തിന്നതിന് ശേഷം മതിച്ചുകൊണ്ട് സിംഹം അലറുന്ന ഒരു ശബ്ദമുണ്ട്. സിംഹനാഥ അട്ടഹസിക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദമുണ്ടാക്കി. അതോ പൂരയാമാസ ഗഗനം, ഗഗനം എന്ന് പറഞ്ഞാൽ ആകാശം. ഗാം തഥ അപ്രകാരം തന്നെ ഗാം, ഗാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭൂമി. അപ്പം ഭൂമിയിലും ആകാശത്തിലും തഥ അപ്രകാരം ഉപദിശോ ദശ, ദിക്കുകളെ മുഴുവനും പൂരയാമാസ നിറച്ചു. ആ ശബ്ദം കൊണ്ട് ദിക്കുകളെ 10 ദിക്കുകളെയും ഭൂമിയെയും ആകാശത്തെയും ഒക്കെ വിറപ്പിച്ചു ആ ശബ്ദം എന്ന് അർത്ഥം. അപ്പം തഥസിംഹോ മഹാനാദൈസ്താജിതേഭ മഹാമദൈഹി, സ്ഥാജിത ത്യാജിത, മഹാനാദൈഹി എന്ന് വിസർഗം ചേർത്തിട്ട് ത്യാജിതേഭ എന്ന് വായിക്കാം. ത്യാജിത ഇഭ, ഇഭം മഹാമദൈഹി എന്നാണ് വരുന്നത്. ത്യാജിത ഇഭം മഹാമദൈഹി. അപ്പോൾ ആനയുടെ മസ്തകം പിളർന്ന് തൻ്റെ ആഹാരം കഴിച്ച ശേഷം അതിനെ ഉപേക്ഷിച്ച് ഉന്മാദത്തോടെ എങ്ങനെയാണോ ശബ്ദമുണ്ടാക്കുന്നത്, അതുപോലെ ആ സിംഹം അട്ടഹസിച്ചപ്പോൾ 10 ദിക്കുകളും ആകാശവും ഭൂമിയും ഒക്കെ നിറഞ്ഞു എന്ന് പറഞ്ഞാലോ, സിംഹത്തിൻ്റെ ഒച്ച കേട്ട് ദേവിയുടെ വാഹനമായ ആ സിംഹം ആ വിധത്തിലുള്ള ശബ്ദമുണ്ടാക്കിയപ്പോൾ ആ ശബ്ദം ആകാശവും ഭൂമിയും 10 ദിക്കുകളെയും നിറച്ചു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം. തതക്കാളി സമുൽപത്യ ഗഗനഷ്മാമതാടയത് കരാഭ്യാം തന്നിനാദേന പ്രാക്സ്വനാസ്തേ തിരോഹിതാക. തതഃ അനന്തരം, അല്ലെങ്കിൽ അപ്പോൾ, അനന്തരം എന്ന് ഇവിടെ എടുക്കാം. ആ ആകാശത്തെയൊക്കെ വിറപ്പിച്ചു കഴിഞ്ഞ തഥ അനന്തരം കാളി, ആ ഭദ്രകാളി സമുൽപത്യ, സമ്യക്കായി കുതിച്ചു ചാടി. ഉൽപ്പത്യ എന്ന് പറഞ്ഞാൽ കുതിച്ചു ചാടുക എന്നർത്ഥം. അപ്പം ആകാശത്തിലേക്ക് കുതിച്ചു ചാടി. ഗഗനം സമുൽപ്പത്യ, ഗഗന ആകാശത്തേക്ക് കുതിച്ചു ചാടിയിട്ട് ഷ്മാം അതാടേത്, ഷ്മാം ഭൂമിയിൽ അടിച്ചു. എങ്ങനെ? കരാഭ്യാം, കൈകൾ കൊണ്ട് അടിച്ചു. തത് നിനാദേന, ആ ശബ്ദം കൊണ്ട് പ്രാക്സ്വനാസ്തേ, പ്രാക്സ്വനം മുമ്പുണ്ടാകാത്ത ശബ്ദം, തേ തിരോഹിതാക അവയെ പിന്നിലാക്കി എന്ന് പറഞ്ഞാലോ, അനന്തരം ആ ഭദ്രകാളി ആകാശത്തേക്ക് കുതിച്ചു ചാടി കൈകൾ കൊണ്ട് ഭൂമിയിൽ അടിച്ചു. ആ ശബ്ദം കൊണ്ട് മുൻപുണ്ടാകാത്ത തരത്തിലുള്ള ശബ്ദമായിരുന്നു അത്. അപ്പോൾ അത്
ആ ശബ്ദം അതിഭയാനകമായി തോന്നി. ആ ശബ്ദങ്ങളെ ഒക്കെ ജയിക്കത്തക്കത് ബാക്കി മുമ്പുണ്ടായിരുന്ന എല്ലാ ശബ്ദത്തെയും പിന്നിലാക്കിക്കൊണ്ട് ആ ശബ്ദം, ആ ഭൂമിയിൽ ദേവി 2 കൈകൊണ്ടും അടിച്ച ആ ശബ്ദം മുമ്പിലായി എന്ന് പറഞ്ഞാൽ നേരത്തെ ഇതുപോലെ ഒരു ശബ്ദം ഉണ്ടായിട്ടില്ലാതായിരുന്നു. അപ്പോൾ തതക്കാളി സമുൽപത്യ ഗഗനശ്മാമ താടയത് കരാഭ്യാം തന്നിനാദേന തനിനാദേന തന്നിനാദേന +ന വന്നപ്പോൾ അത് ഇന്നായി മാറി സന്ധി നിയമം. പ്രാക്സ്വനാസ്തേ പ്രാക്സ്വനാഹാത്തേ ആ ശബ്ദങ്ങൾ കൊണ്ട് തിരോഹിതം ഇല്ലാതെയാക്കി അല്ലെങ്കിൽ പിന്നിലായി എന്നൊക്കെ അർത്ഥം. അനന്തരം ഭദ്രകാളി ആകാശത്തേക്ക് പൊങ്ങിച്ചാടി 2 കൈകൾ കൊണ്ട് നിലത്തടിച്ചു. കൈകൾ കൊണ്ട് ഭൂമിയിൽ അടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം അതുവരെ അതിഭയാനകമായി തോന്നിയ ശബ്ദങ്ങളെക്കാളൊക്കെ മികച്ചതായിരുന്നു, അല്ലെങ്കിൽ ആ ശബ്ദങ്ങളെയൊക്കെ ജയിക്കത്തക്കതായിരുന്നു എന്ന് അർത്ഥം. അടുത്ത ശ്ലോകം. അട്ടാട്ടഹാസമശിവം ശിവദൂതി ചകാരഹ തൈ ശബ്ദൈരസുരാസ്ത്രേഷു ശുംഭകോപം വരം യയൗ. അട്ടാട്ടഹാസമശിവം അട്ടാട്ടഹാസമശിവം ശിവദൂതി ചകാരഹ. ശിവദൂതി എന്ന ദേവി അശിവം ചകാര. അശിവം എന്ന് പറഞ്ഞാലോ ആ കുറുനരിയുടെ ശബ്ദം, അതായത് മംഗളമല്ലാത്ത ശബ്ദത്തെയാണ് അശിവം എന്ന് പറയുന്നത്. പൊട്ടിച്ചിരിച്ചു ശിവദൂതി ദേവി. ഇപ്പം നമ്മളൊക്കെ പറയും കുറുനരി ഓലിയിട്ടു, പട്ടി ഓലിയിടുന്നു എന്നൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങൾ നടക്കാതാവുമ്പോഴാണ്, മരണം നടക്കുകയോ നല്ലല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ ഓലിയിടലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ കുറുനരിയുടെ ശബ്ദം ശിവദൂതി ദേവി ഉണ്ടാക്കി. അപ്പോഴോ ആ ശബ്ദങ്ങളെ കൊണ്ട് ഈ ഭൂമിയും ആകാശവും അസുരന്മാരും എല്ലാവരും പേടിച്ചു വിറച്ചു. ശുംഭനാണെങ്കിൽ കോപവുമുണ്ടായി അല്ലേ. ശുംഭക കോപം പരം യയൗ, ഭയങ്കരമായ കോപവുമുണ്ടായി. അട്ടഹാസം അശിവം, ശിവനെ ദൂതനായി അയച്ചുകൊണ്ട് ദേവിക്ക് ശിവദൂതി എന്ന് പേരുണ്ടായി എന്ന് ദേവി മഹാത്മ്യം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. ആ ശിവദൂതി ദേവിയാണ് ഇവിടെ കുറുനരിയുടെ ശബ്ദമുണ്ടാക്കിയത്. അട്ടഹാസമശിവം ശിവദൂതി ചകാരഹ തൈ ശബ്ദൈരസുരാസ്ത്രേഷു. സ്ത്രേഷു എന്ന് ചില പുസ്തകങ്ങളിൽ അസുരാസ്ത്രേഷു എന്നുണ്ട്, ചില പുസ്തകങ്ങളിൽ നേഷു എന്നുണ്ട്. നേഷു എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അശിവമാണല്ലോ, ശിവമല്ലാത്തത്. അപ്പോൾ ഗ്രസിക്കുക, ത്രസിക്കുക, ഭയപ്പെടുക എന്നൊക്കെ അർത്ഥം. ചില പുസ്തകത്തിൽ നേഷു എന്നായിരിക്കും. ശുംഭ കോപം വരമേവും. അപ്പോൾ ശുംഭനെ കോപമുണ്ടാക്കിയ ആ ശബ്ദം. അപ്പം എന്താ പറയുക, അടുത്തതായി ശിവദൂതി അശുഭകരമായി ഒന്ന് അട്ടഹസിച്ചു. ആ അട്ടഹാസ ശബ്ദം മൂലം അസുരന്മാർ ഓടി ഒളിക്കുകയും ശുംഭന് അതിയായ കോപമുണ്ടാവുകയും ചെയ്തു. അടുത്ത ശ്ലോകം. ദുരാത്മൻ തിഷ്ടതിഷ്ടേതി വ്യാജഹാരാംബികായതാ തഥാ ജയേത്യഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈः. ദുരാത്മൻ. അപ്പോൾ ദേവി എന്തു ചെയ്തു? ഇവരെ ഓടി ഒളിക്കുകയായിരുന്നു അസുരന്മാർ. ആ സമയത്ത് ദുരാത്മൻ, ദുഷ്ട, തിഷ്ട നീ നിൽക്ക് ഇപ്രകാരം വ്യാജഹാരാംബിക ഇപ്രകാരം പറഞ്ഞുകൊണ്ട് എപ്പോഴാണോ ദേവി ദുഷ്ട നിൽക്ക് എന്ന് പറഞ്ഞത്, തഥാ അപ്പോൾ ജയ ഇതി അഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈः. ആകാശത്തിരുന്ന് ദേവന്മാർ ഈ യുദ്ധമെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ദേവിക്ക് ജയമുഴക്കി എന്നർത്ഥം. ദുരാത്മൻ ദേവി പറയാണ് ശുംഭനോട്. എന്താ പറഞ്ഞേ?
ദുഷ്ടാ നിൽക്ക് നിൽക്ക് എന്ന് പറഞ്ഞ് എപ്പോഴാണോ ദേവി അത് പറഞ്ഞത്, അപ്പോൾ അതറിയാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ ദേവി നിൽക്ക് നിൽക്ക് എന്ന് ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ ദേവന്മാർ ആകാശത്തിലിരുന്ന് ഈ യുദ്ധമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ അറിയാതെ ആകാശത്ത് നിന്ന് ദേവിക്ക് ജയമുഴക്കി എന്ന്. ജയാ ഇതി അഭിഹിതം ജയേത്യഭിഹിതം ദേവൈഹി ആകാശ സംസ്ഥിതൈഹി ദേവൈരാകാശ സംസ്ഥിതൈഹി. ആകാശത്ത് നിന്ന് ജയമുഴക്കി. ദുരാത്മൻ തിഷ്ടതിഷ്ഠേതി വ്യാജഹാരാംബികായ യഥാ എപ്പോഴാണോ, തഥാ അപ്പോൾ, ജയേത്യഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈഹി. ജഗദംബിക അല്ലെങ്കിൽ ആ ഭഗവതി, ഹേ ദുരാത്മാവേ നിൽക്ക് നിൽക്ക് എന്നിങ്ങനെ ശുംഭനോട് ആജ്ഞാപിച്ചു. അപ്പോൾ ആകാശത്തിൽ യുദ്ധം കണ്ടുകൊണ്ടിരുന്നിരുന്ന ദേവന്മാർ ദേവി ജയിക്കട്ടെ ജയിക്കട്ടെ എന്നിങ്ങനെ അറിയാതെ പറഞ്ഞുപോയി എന്നർത്ഥം. അപ്പോൾ ഒരു പ്രാവശ്യവും കൂടെ വായിച്ച് വേഗം വേഗം അർത്ഥം പറഞ്ഞു പോകാം. തമായാന്തം സമാലോക്യ ദേവീ ശംഖമവാദയത് ജ്യാശബ്ദം ചാവിധനുഷശ്ചകാരാദീവ ദുസ്സഹം. ശുംഭൻ വരുന്നത് കണ്ടിട്ട് ദേവി ശംഖു വിളിച്ചു. കയ്യിലുണ്ടായിരുന്ന വില്ലിൽ നിന്നും ചെറുഞാണലിയിട്ടു. പക്ഷേ ഇത് ശത്രുക്കൾക്ക് സഹിക്കാൻ പാടില്ലാത്തതായിരുന്നു. പൂരയാമാസ കകുപോ നിജകണ്ഠാസ്വനേന ച സമസ്ത ദൈത്യ സൈന്യാനാം തേജോവധവിധായിന. ദേവി തൻ്റെ മണിനാഥത്താൽ അഷ്ടദിക്കുകളെയും നിറച്ചു. ഈ മണിനാഥം എല്ലാ അസുര സൈന്യങ്ങളുടെയും തേജോവധത്തെ ചെയ്യത്തക്കതായിരുന്നു. തതസിംഹ മഹാനാദം സ്ഥാജിദേഭ മഹാമദൈഹി. തതസിംഹോ മഹാനാദൈഹി ത്യാജിദേഭ മഹാമദൈഹി പൂരയാമാസ ഗഗനം ശ്മാം തഥോപദിശോ ദശ. സിംഹം ആനയുടെ മസ്തകം തല്ലിപ്പിളർന്ന് തൻ്റെ ആഹാരം കഴിച്ച ശേഷം അതിനെ ഉപേക്ഷിച്ച് ഉന്മാദത്തോടെ മഹാനാദത്തെ പുറപ്പെടുവിക്കാറുണ്ട്. ദേവിയുടെ വാഹനമായ സിംഹം ആ വിധത്തിലുള്ള മഹാനാദം മുഴക്കി. ആ ശബ്ദം ആകാശവും ഭൂമിയും 10 ദിക്കുകളും നിറഞ്ഞു. തതക്കാളി സമുൽപത്യ ഗഗനഷ്മാമതാടയത് കരാഭ്യാം തന്നിനാദേന പ്രാക്സ്വനാസ്തേ തിരോഹിതാഹ. അനന്തരം ആ ഭദ്രകാളി ആകാശത്തേക്ക് പൊങ്ങിച്ചാടിക്കൊണ്ട് കൈകൾ രണ്ടും നിലത്തടിച്ചു. കൈകൾ കൊണ്ട് ഭൂമിയിലടിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം അതുവരെ അതിഭയാനകമായി തോന്നിയ ശബ്ദങ്ങളെയൊക്കെ ജയിക്കത്തക്കതായിരുന്നു. അട്ടഹാസമശിവം ശിവദൂതി ചകാരഹ തൈശബ്ദൈരസുരാസ്ത്രേസു ശുംഭകോപം പരം യയൗ. അടുത്തതായി ശിവദൂതി അശുഭകരമായി ഒന്ന് അട്ടഹസിച്ചു. ആ അട്ടഹാസ ശബ്ദം മൂലം അസുരന്മാർ ഓടിയൊളിക്കുകയും ശുംഭൻ അതിയായ കോപമുണ്ടാവുകയും ചെയ്തു. ദുരാത്മൻ തിഷ്ടതിഷ്ഠേതി വ്യാജഹാരാംബികായത തഥാ ജയേത്യഭിഹിതം ദേവൈരാകാശ സംസ്ഥിതൈഹി. ജഗദംബിക ഭഗവതി, ഹേ ദുരാത്മാവെ നിൽക്ക് നിൽക്ക് എന്നിങ്ങനെ ശുംഭനോട് ആജ്ഞാപിച്ചു. അപ്പോൾ ആകാശത്തിൽ യുദ്ധം കണ്ടുകൊണ്ടിരുന്ന ദേവന്മാർ ദേവി ജയിക്കട്ടെ ജയിക്കട്ടെ എന്നിങ്ങനെ അറിയാതെ പറഞ്ഞുപോയി എന്ന് അർത്ഥം. ഇനി ഇതിനെ മുഴുവൻ ഒരു പ്രാവശ്യം കൂടി വായിച്ചു തരാം. തമായാന്തം സമാലോക്യ ദേവീ ശംഖമവാദയത് ജ്യാശബ്ദം ചാവിധനുഷഃ ചകാരാദീവ ദുസ്സഹം പൂരയാമാസ കകുഭോ നിജകണ്ഠാസ്വനേന ച സമസ്തദൈത്യസൈന്യാനാം തേജോവധവിധായിന. തതസിംഹോ മഹാനാദൈസ്ത്യാജിതേപ മഹാമദൈഃ പൂരയാമാസ ഗഗനം ഗാം തഥോപദിശോ ദശ. തതക്കാളി സമുൽപത്യ ഗഗനശ്മാമതാടയത് കരാഭ്യാം തന്നിനാദേന
പ്രാക്സ്വനാസ്തേ തിരോഹിതാः അട്ടഹാസമശിവം ശിവദൂതീ ചകാരः തൈ ശബ്ദൈരസുരാസ്ത്രേസുः ശുംഭകോപം പരം യയൗ ദുരാത്മൻ തിഷ്ടതിഷ്ടയതി വ്യാജഹാരാംബികായതാ തഥാ ജയേത്യഭിഹിതം ദേവൈരാകാശസംസ്ഥിതൈः. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധസഹസ്രാണി ക്രിയന്തേ ഹർനിശം മയാ ദാസോയമിതി മാം മത്വാ ക്ഷമസ്വ പരമേശ്വരി. ആവാഹനം ന ജാനാമി വിസർജനം പൂജാം ചൈവ ന ജാനാമി ക്ഷമ്യതാം പരമേശ്വരി. സകലം ശ്രീ ദുർഗാർപ്പണമസ്തു. മേ നാരായണ.